ഞാനും എന്റെ അനിയനും കൂടെ അമ്പലപ്പുഴ അമ്പലത്തിൽ വരെ പോകുവാണേ. പെട്ടെന്നായിരുന്നു പോകാൻ പ്ലാൻ ഇട്ടത്. നമ്മൾ ഓൾറെഡി ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയി. ബസ് കിട്ടി അമ്പലത്തിൽ എത്തിയപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. ഏകദേശം 6:30 ആയിട്ടുണ്ടായിരുന്നു. അമ്പലപ്പുഴ അമ്പലത്തിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, വളരെ കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഞങ്ങൾ അകത്ത് കയറി തൊഴുതിറങ്ങി. നടക്ക് മുൻപിലായിട്ട് ഭജനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഞങ്ങൾ നേരെ നടന്ന് ഗുരുവായൂർ നടയിൽ പോയി തൊഴുതു. അമ്പലം ഇപ്പോൾ ഒരുങ്ങുകയാണ്. ഇതുപോലെ ഒന്ന് ഒരുങ്ങിയിട്ട് ഏകദേശം 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതായത് ഫെബ്രുവരി 8 മുതൽ ഫെബ്രുവരി 22 വരെയാണ് പള്ളിപ്പാന എന്ന ഉത്സവം നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ദിവ്യകലശവും നടക്കുന്നുണ്ട്. 2026 ഫെബ്രുവരി 8 മുതൽ മാർച്ച് 5 വരെയാണ് പള്ളിപ്പാനയും ദിവ്യകലശവും കൂടെ നടക്കുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉത്സവം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ഒരു എക്സിബിഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പള്ളിപ്പാനയിൽ നടക്കുന്ന പ്രത്യേകം പൂജകളും എന്താണ് പള്ളിപ്പാനയുടെ ചരിത്രം, അത് എന്തുകൊണ്ടാണ് നടത്തുന്നതെന്നും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിക്ചേഴ്സ് സഹിതം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ വസ്തുക്കളാണ് പള്ളിപ്പാനയിൽ ഉപയോഗിക്കുന്നത്, പള്ളിപ്പാനയിൽ കെട്ടുന്ന കുടിലുകളുടെ മിനിയേച്ചർ വേർഷനും കുറച്ചധികം മ്യൂറൽ പെയിന്റിംഗ് കളക്ഷൻസും എല്ലാം എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒരു അമ്പലപ്പുഴക്കാരി ആയതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ പള്ളിപ്പാന എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് പള്ളിപ്പാന എന്ന് എനിക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഈ എക്സിബിഷൻ കണ്ടപ്പോഴാണ് കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്കും മനസ്സിലായി തുടങ്ങിയത്. പിന്നെ നേരെ പുറത്തിറങ്ങി പള്ളിപ്പാനയുടെ ഒരുക്കങ്ങളൊക്കെ നടന്നു കണ്ടു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പള്ളിപ്പാനയുടെ കുടിലുകൾ. ഇത് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും അവിടെ എക്സിബിഷനിൽ വിശദീകരിച്ചിട്ടുണ്ട്. അമ്പലത്തിന് ചുറ്റും നടന്ന കാഴ്ചകളെല്ലാം കണ്ടതിനു ശേഷം ഞങ്ങൾ കളത്തട്ടിൽ കുറച്ചു നേരം വിശ്രമിച്ചു. അത് കഴിഞ്ഞ് ശ്രീവേലിയും കണ്ട് തൊഴുതിട്ടാണ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങി വിശ്രമിച്ചപ്പോഴാണ് ഞങ്ങളുടെ അച്ഛനും കൂടെ അമ്പലത്തിലേക്ക് വന്നത്. അങ്ങനെ അച്ഛനും തൊഴുതിറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ ആര്യാസ് ഹോട്ടലിലേക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നു. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങൾക്ക് പേഴ്സണലി ആര്യാസിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വന്നു. അച്ഛനും അനിയനും മസാല ദോശയായിരുന്നു, ഞാൻ ഗീ റോസ്റ്റ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം വീട്ടിലുള്ള അമ്മയ്ക്കും അച്ചാമ്മയ്ക്കും കൂടെ ഫുഡ് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് ചെന്നത്. അപ്പം ഇന്നത്തെ വ്ലോഗ് ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.